നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബില്യൺ ഡേക്ക് ഐഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോടാണ്. എന്നുവെച്ചാൽ നമ്മൾ ഒത്തിരി കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിനെ പോലെ വെച്ചാൽ സൈറ്റുകളെ പ്രൊമോട്ട് ചെയ്യാനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ധാരാളം പേര് പറയുന്നുണ്ട് ഇപ്പോൾ ഐഫോൺ എടുക്കരുത്, ബിഗ് ബില്യൺ ഡേയിലേക്ക് വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ബില്യൺ ഡേക്ക് ശരിക്കും പറഞ്ഞാൽ വില കുറയും, പക്ഷേ നമുക്കൊരു പരിമിതമായ എണ്ണം മാത്രമേ കാണുള്ളൂ. നമ്മൾ അന്ന് മേടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഫറിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ സെറ്റ് ചെയ്തിരിക്കേണ്ടി വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബില്യൺ ഡേ ഒന്നും വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഐഫോൺ 50 ലോഞ്ചായ അന്ന് തന്നെ ഞാൻ പോയി ജസ്റ്റ് നമ്മുടെ ഷോറൂമിൽ നിന്ന് എടുക്കുമായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഒരു 50 സീരീസ് എടുക്കാതെ കൊണ്ട് 14 സീരീസ് വെയിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ ബിഗ് ബില്യൺ ഡേ വന്നു, അപ്പോൾ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിലെ ഇതിൽ ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുവാണ്, ഞാൻ 40 വേണേൽ പ്രോ മാക്സ് എനിക്ക് എടുക്കാമായിരുന്നു ഇതിൻ്റെ പ്രൈസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ. പക്ഷേ എടുക്കാതിരുന്നത് വളരെയധികം നല്ലതായ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നല്ല രീതിയിൽ ഉപയോഗിക്കാനാണെങ്കിൽ എന്നുള്ളത് ഞാൻ എടുത്ത് പറയുവാണ്. അല്ലെങ്കിൽ ഒരു ജാടയ്ക്ക് കൊണ്ട് നടക്കാനാണെങ്കിൽ ഐഫോൺ ഏതെങ്കിലും സീരീസ് എടുത്താൽ മതി. ജാടയ്ക്ക് കൊണ്ട് നടക്കാതെ നമുക്കൊരു ഉപയോഗം, അതായത് റീൽസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഉപയോഗമുള്ള ഒരു വ്യക്തി ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, അതായത് 80 വരും, iOS 80 വരും. അതിൻ്റെ അകത്ത് തന്നെ 80 വരുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ചിപ്പുകളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അത് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു വർഷത്തിനോടിടയ്ക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോറി ഇടുമ്പോൾ തന്നെ കുറേ മാറ്റങ്ങളുണ്ട്. ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ മ്യൂസിക് കൂട്ടിയിടാം. അങ്ങനെ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അങ്ങനെ വളരെയധികം മാറ്റങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത്, യൂട്യൂബിൻ്റെ അകത്ത്, അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ അകത്ത്, എല്ലാത്തിൻ്റെ അകത്ത് ഓരോന്ന് അനുനിമിഷം നമുക്ക് ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ അനുനിമിഷം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറ്റങ്ങൾ, അപ്ഡേഷൻസുകൾ ധാരാളം വരുന്നത്. മൈന്യൂട്ട് അപ്ഡേഷൻസാണ്. ഈ അപ്ഡേഷൻ വരുന്നത് തന്നെ അതിൻ്റെ സൈസ് കൂടിയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ കപ്പാസിറ്റിയും കൂടെ കൂട്ടി നോക്കിയിട്ടാണ് നമുക്ക് ഓരോ അപ്ഡേഷൻ നടക്കുന്നത്. അതനുസരിച്ചാണ് നമ്മുടെ ഈ പുതിയ ഫോൺ ഇറക്കുമ്പോഴും അപ്ഡേഷൻ അവർ കയറ്റി വിടുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഈ ക്യാമറ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ക്യാമറ ഇങ്ങോട്ട് വരുന്ന കൂടാതെ തന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി, പിന്നെ ബിൽഡ് ക്വാളിറ്റി, അതിൻ്റെ അകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് നമ്മുടെ ഈ ഫോണിനെ 50യെ പറ്റി പഠിച്ചിട്ട് 60 വരുമ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ മാറ്റിയിട്ടാണ് ഇറക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബില്യൺ ഡേക്ക് വില കുറച്ച് 50 മേടിക്കാതിരിക്കുന്നവരാണ് എൻ്റെ ഒരു അഭിപ്രായം. പറ്റുവാണെങ്കിൽ നിങ്ങൾ 60 സീരീസ് മേടിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ 50 അന്ന് വില കുറയാൻ നിൽക്കേണ്ട. ഇപ്പം ഞാൻ നോർമലായിട്ട് ഇപ്പം ഞാൻ എടുത്തതിലും വെച്ച് ഇപ്പോൾ ഒരു 10-15 രൂപയോളം വില കുറഞ്ഞിട്ടുണ്ട്. ഇനി ചിലപ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ ഒരു 2-3 മാസം കൂടെ വെയിറ്റ് ചെയ്തെന്നാൽ ചിലപ്പം ഇതിലും വില കുറച്ച് കിട്ടാം എന്ന ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ അങ്ങനെ വില കുറച്ച് കിട്ടാൻ ഉദ്ദേശിക്കുന്നവർ മേടിക്കാനുള്ള ഒരു 14 സീരീസോ 30 സീരീസോ മേടിച്ചാൽ മതി. ജാട കാണിച്ച് അല്ല ഐഫോൺ ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് കാണിക്കാനുള്ള. നിങ്ങൾക്കൊരു ഉപയോഗത്തിനാണെങ്കിൽ നിങ്ങൾ ഒരു 16 സീരീസ് തന്നെ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല 50 മേടിക്കാം. 50ക്കകത്ത് കുഴപ്പമുണ്ടെന്നുള്ള പറയുന്നത് ഒരു 10-15 രൂപയുടെ വ്യത്യാസമൊക്കെ കുറയത്തുള്ളൂ. അല്ലാതെ വലിയ കുറച്ചില്ല. അപേക്ഷിച്ച് നോക്കിയാൽ ഇത്രയധികം കുറഞ്ഞു എന്നുള്ള അങ്ങനെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് ബിഗ് ബില്യൺ ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമൊന്നും വേണ്ട. പിന്നെ ജസ്റ്റ് നമുക്കൊരു ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ചുമ്മാ നോക്കാം. ചിലപ്പോൾ ഭാഗ്യത്തിന് വല്ല ലോട്ടറി അടിച്ച പോലെ ചിലപ്പോൾ വൻ വിലക്കുറവിൽ കിട്ടിയാൽ കിട്ടിയില്ലെന്നുള്ള, അല്ലാതെ അന്ന് മേടിക്കാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല. മാറാനുള്ളൊരു കൈവാട 60 സീരീസ് ലോഞ്ച് ആകുന്ന ഡേറ്റിൽ സെപ്റ്റംബർ അന്ന് പോയി മേടിക്കുക. പിന്നെ അതുപോലെ തന്നെ റെഡി പൈസ ഇല്ലാത്തവർക്ക് നമ്മുടെ ബജാജ് നല്ല രീതിയിലുള്ള EMI സ്കീം, 0 ഡൗൺ പേയ്മെൻറ്റ് EMI സ്കീമുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത്ര നഷ്ടം വരത്തക്ക രീതിയിലൊന്നും പലിശയൊന്നും ഇതിലെടുക്കുന്നില്ല. അതായത് EMI സ്കീമുകളിലൊന്നും എടുക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ ഞാൻ ക്യാമറയുടെ മറ്റ് വലിയ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ലെൻസുകളൊക്കെ EMIയിൽ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപയുടെ ഒരു ലെൻസൊക്കെ നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അടച്ചു പോകാമെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല. അതായത് EMI ബൗൺസ് ആകാതെ കൊണ്ട് കറക്റ്റായിട്ട് അക്കൗണ്ടിൽ പൈസ മെയിൻറ്റെയിൻ ചെയ്തെന്നാൽ ആ സമയം മെയിൻറ്റെയിൻ ചെയ്യാതെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ ഫോണിൽ പൈസ സമയത്തില്ലാതെ വന്നെങ്കിൽ ഇവർ ബൗൺസിങ് ചാർജ് എന്ന് പറഞ്ഞാൽ വളരെയധികം മേടിക്കും. പക്ഷേ നോർമലായിട്ട് നമുക്കിത് EMI ഇട്ട് മേടിച്ചാൽ ഒരു അഫോർഡബിൾ ആയ EMI അവർ സ്കീം തരുന്നുണ്ട് 0 ഡൗൺ പേയ്മെൻറ്റിൽ. അതൊക്കെ വലിയ ഉപകാരം തന്നെയാണ്. ഇപ്പോൾ ഐഫോണിലൊക്കെ എടുക്കാനോ ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ യൂസ് ചെയ്തെടുക്കാം. 16 സീരീസ് തന്നെ എടുത്ത് നമുക്ക് ലൈഫ് ടൈംസ് പ്രൊഡക്റ്റായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.